ഇച്ചിരി ശ്രദ്ധക്കുറവുണ്ടോന്നൊരു സംശയമില്ലാതില്ല. മോളെ ചായ ആയില്ലേ? എടുക്കാം അമ്മേ. വെറുതെ രാമേട്ടനെയും കുറ്റം പറഞ്ഞു. ആ ചെടി പൂത്ത അയ്യോ എന്റെ ദൈവമേ, പാലെന്ന് പറഞ്ഞാൽ തൈരാണോ വാങ്ങിച്ചോണ്ട് വന്നേ? ഇപ്പൊ എന്ത് ചെയ്യും നീ? നല്ല ബെസ്റ്റ് സമയം തന്നെ, എല്ലാരും കളിയാക്കാനും അതിന് ഏറ്റ പോലെ ഒരു സംഭവം സംഭവിക്കാനും. ഇപ്പൊ എന്താ ചെയ്യാ? ഓ, ഒരു ഐഡിയയും മനസ്സിൽ വരണമില്ല. ഇനിയിപ്പൊ എന്ത്? ആ, ഒരു കണക്കിന് ചൂട് കാലത്ത് ഇതാണ് നല്ലത്. ശരിയാ. നീ എന്ത് വിചാരിച്ചു? വാർദ്ധക്യ പ്രശ്നം പറ്റിയ എന്റെ ആശാനെ പോലെ എന്നാ കയറി വാടാ കുട്ട. ഇവന്ന് കാണിക്കണത് കയറാൻ പറഞ്ഞ ആര്? ഞാൻ ഒരു പാച്ചിന് പറഞ്ഞേട്ടെ, നീ ഉടനെ വലിഞ്ഞു കയറണ ഇതിന്. ഒരു നേരം ചെറുക്കന്റെ കൈയും കാര്യം ചുമ്മാ ഇരിക്കില്ലല്ലേ. അണ്ണന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ജോലി കേട്ടോ. നീ ആ ഷെഡിൽ നിന്ന് വെളിയിറങ്ങിയാലേ എനിക്ക് പേടിയാണ്. നീ എന്തെങ്കിലും ഒരു പണിയും കൊണ്ട് വരുള്ളൂ. ഇപ്പൊ ഒപ്പിച്ചോണ്ട് തന്നെ നിൽക്കുന്നത്. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, അസിസ്റ്റന്റ് ആക്കാൻ പറ്റുമെന്ന്. ഇങ്ങനെ കിഴക്കൊക്കെ തന്നാ കണ്ടോണ്ടിരിക്കോ? ഈ കിഴക്കൊക്കെ കൊണ്ടോണ്ടിരിക്കോ? എന്തോന്നു ഇവിടെ? ചായ അല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? പാല് വേണ്ടടി, ചായ മതി. ഇത് പാലല്ല, പിന്നെ സ്പെഷ്യൽ ലസ്സി. അയ്യോ എന്റെ പൊന്നു മക്കളെ, ചായ ഇട്ടില്ലേ? എനിക്ക് ലസ്സി മതിയടി. എന്റെ രാമേട്ടന് മാത്രം സ്നേഹമുണ്ട്. നിനക്ക് എന്താ നിന്റെ മുഖത്ത് ഇങ്ങനെ ഇരിക്കുന്ന? ലസ്സി വേണ്ട നിനക്ക്? ആ, ഒരു പ്രസാദമല്ലല്ലോ മുഖത്ത് വന്നിട്ട്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അതെ, ഈ ചൂട് സമയത്ത് ഇത് കുടിച്ചാൽ വയറിളവില്ലേ? വയറിളക്കത്തിന് ബെസ്റ്റ് ആണിത് അല്ലേ രാമേട്ട? അണ്ണ ചേച്ചിയാണെങ്കിൽ ചായക്ക് പാലിന് പകരം തൈരെടുത്ത് ഒഴിച്ചായിരിക്കൂ. ചെറുക്ക, നീ തന്നെ ആ ഷെഡിൽ കിടന്ന് പണിയെടുത്തത്. വെയിലത്ത് പാവം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോഴത്തേക്ക് നല്ല ആശ്വാസമായിട്ട് ലസ്സി ഉണ്ടെന്ന് പാവൻ എനിക്കിട്ട് സാറ്റണം. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നീ കുടിച്ചാൽ മതി കേട്ടാ. കുടിയണില്ലേ? കുടിക്കേ. പിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല. ആരും കുടിക്കാത്ത? ഞാൻ കുടിക്കും. നീ എന്നാ വാങ്ങിക്കോ. എടാ കുടിയുടെ ഇറക്കാൻ എനിക്ക് വേണമെങ്കിൽ. എന്തോന്ന് രാമേട്ട നവരസങ്ങൾ പറഞ്ഞ മുഖത്ത്? കുടിക്കമ്മ. ആരും കുടിക്കല്ലേ?